പശ്ചിമേഷ്യയിൽ ഏറെ നാളായിട്ട് നമ്മൾ കാത്തിരുന്ന സമാധാനത്തിൻ്റെ ഒരു പൂർണ്ണവിരാമം അല്ലെങ്കിൽ ഒരു അർത്ഥവിരാമം അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ട്രംപിൻ്റെ തീർച്ചയായിട്ടും ഒരു നേട്ടം തന്നെയാണത്. പക്ഷേ ഈ സമാധാന പരിപാലനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മനസ്സിൽ കണ്ട ഒന്നാണ് ഒരു സമാധാന സേനയെ, ശാന്തി സേനയെ അവിടെ കൊണ്ടുവരിക എന്നുള്ളത്. ആ ശാന്തി സേനയിൽ ഇപ്പോൾ പ്രധാനമായും വരാൻ പോകുന്ന പാകിസ്ഥാൻ സൈന്യമാണ്. അസിം മുനീർ എന്ന് പറയുന്ന പുതിയ സർവാധികാരിയുടെ നേതൃത്വത്തിൽ കോടതികൾക്ക് പോലും ചോദ്യം ചെയ്യാനാവാത്ത അധികാരം ലഭിച്ചിരിക്കുന്ന ഒരു എന്തു കുറ്റവും ചെയ്യാവുന്ന ഒരാൾ, ആണവ ബട്ടണിൽ കൈയമർത്താൻ അധികാരമുള്ള ആളിൻ്റെ, അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം ട്രംപിൻ്റെ മാനസ പുത്രനുമായിരിക്കുകയാണ്. അത് ഇന്ത്യക്ക് മാത്രമല്ല പാകിസ്ഥാനും ഒരു ഭീഷണിയായിട്ട് വരുന്നുണ്ട്. കാരണം പാകിസ്ഥാനിലെ ഈ സൈന്യം, ഈ ശാന്തി സൈന്യം എന്നറിയപ്പെടുന്ന ഗാസയുടെ സ്റ്റേബിലൈസേഷന് വേണ്ടിയിട്ടുള്ള ആ ഫോഴ്സ് അവർ പാകിസ്ഥാനിൽ നിന്ന് അങ്ങോട്ട് അയക്കുന്നതിനോട് വിയോജിപ്പുള്ള മതവികാരമുള്ള വലിയൊരു പ്രബല വിഭാഗം പാകിസ്ഥാനിൽ തന്നെ ഉണ്ട്. അതിനിടയ്ക്കാണ് ഭരണ നേതൃത്വവുമായിട്ട് അല്പം ഇടഞ്ഞുകൊണ്ടുള്ള ഈ ഇദ്ദേഹം അസിം മുനീർ ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെയാണ് വിളിക്കാറുള്ളത് ട്രംപ് എപ്പോഴും നേരിട്ട് ചർച്ച നടത്താൻ. വീണ്ടും ചർച്ചയ്ക്കായിട്ട് അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ. പീസ് കീപ്പിംഗ് ഫോഴ്സ് അങ്ങോട്ട് പോവുക തന്നെ ചെയ്യുമെന്നതിൻ്റെ ഉറപ്പാണ്. പക്ഷേ നമുക്കറിയാം, നമ്മൾ പണ്ട് ശാന്തി സേന എന്ന് പറഞ്ഞൊന്ന് ശ്രീലങ്കയിലേക്ക് അയച്ചു. അതിൻ്റെ ഒരു പ്രത്യാഘാതം നമ്മൾ കണ്ടതാണ് അല്ലേ? കാര്യം അങ്ങനെയുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാവാനുള്ള സാധ്യത അത് എങ്ങനെയാണ് വിശാലമായിട്ട് അതിൻ്റെ ഒരു പരിപ്രേക്ഷ്യം അങ്ങ് കാണുന്നു? ഇതിപ്പോൾ അമേരിക്ക ഇത്തരത്തിലൊരു നയം ഗൾഫിൽ കൊണ്ടുവരുന്നത്, അതായത് ഗൾഫിനെ നോക്കിക്കൊണ്ടാണ് അമേരിക്കയുടെ ഈ മിഡിൽ ഈസ്റ്റ് പോളിസി എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും അമേരിക്കയ്ക്ക് മുഖ്യ റോള് വേണം. ആ മുഖ്യ റോള് വേണമെങ്കിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നയങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കും. ഇപ്പം ഗാസ സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിലൊരു സേനയെ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാന്റെ അസിം മുനീർ, അപ്പൊ അദ്ദേഹത്തെ വൈറ്റ് ഹൗസിൽ വിളിച്ച് സൽക്കരിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. അതെ, നമുക്ക് അദ്ദേഹത്തിന്റെ മുമ്പുള്ള പട്ടാള മേധാവികളോടും അമേരിക്കയ്ക്ക് ഇതേ നയം തന്നെയായിരുന്നു. അതായത് ജനാധിപത്യത്തോടല്ല, അവർക്ക് അവരുടെ നയങ്ങളോടാണ് എന്നും ആഭിമുഖ്യം എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇതില് രഹസ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഗൂഢലക്ഷ്യം അമേരിക്കയ്ക്കുണ്ട്. അതായത് ഇസ്രയേലിനെ അമേരിക്കയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ. അതായത് അമേരിക്കയാണ് ഇസ്രയേലിന്റെ എല്ലാ നയങ്ങളുടെയും കുന്തമുന എന്ന് പറയുന്നത്. അമേരിക്ക പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട്, ഈ എതിർക്കുന്ന രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഈ രാജ്യത്തിന് ഇവിടെ നിലനിൽക്കാൻ പറ്റുന്നത്. അതായത് ഒരു ഡിപ്പെൻഡൻസി അതാണ് നിലനിർത്തുക അമേരിക്കയുടെ ആവശ്യമാണ്. ഓക്കെ, എന്തുകൊണ്ടെന്നാൽ ഇസ്രായേലിനെ അങ്ങ് സ്വതന്ത്രമാക്കുക, ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കുക, അമേരിക്ക വിചാരിച്ചാൽ നടക്കുന്നതാണ്. അങ്ങനെ നടന്നാൽ പിന്നെ ഇസ്രായേൽ ആരാണ്? ഇസ്രായേൽ സ്വന്തം നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതായത് ഗൾഫിൽ സമാധാനം ഉണ്ടാകുക എന്ന് പറയുന്നത് അമേരിക്കയുടെ നയങ്ങൾക്ക് അഭികാമ്യമായ ഒരു കാര്യമല്ല. അപ്പൊ ഇവിടെ പാകിസ്ഥാന്റെ ട്രൂപ്പിനെ അവിടെ കൊണ്ടുവരുന്നു. ആരെ കൊണ്ടുവരുന്ന? അമേരിക്കൻ നേതൃത്വത്തിൽ. അമേരിക്കൻ നേതൃത്വത്തിൽ എന്ത് പറഞ്ഞാലും ചെയ്യുന്ന രീതിയിലേക്ക് അസിം മുനീർ ഇപ്പോൾ മാറിയിരിക്കുന്നു. നമ്മൾ പറയുമ്പോൾ പാകിസ്ഥാന്റെ മേധാവിയായിട്ടാണ് ഇപ്പൊ അദ്ദേഹത്തെ പറയുന്നത്. പക്ഷെ ജനാധിപത്യപരമെന്ന് അവർ പറയുന്ന രീതിയിൽ തെരഞ്ഞെടുത്തൊരു ആളവിടെ ഉണ്ട്. പ്രധാനമന്ത്രിയുണ്ട്, പ്രസിഡന്റ് ഉണ്ട്, ജുഡീഷ്യറി ഉള്ള ഒരു കൂട്ടരാജ്യം വെച്ച് കഴിഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയാണ് അവിടെ. അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്സ്. അതായത് എപ്പോഴും ഇസ്രായേൽ അമേരിക്കയുടെ ഒരു അടിമ രാഷ്ട്രമായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് പാകിസ്ഥാൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതാകുമ്പോൾ അസീം മുനീർ എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രംപിൻ്റെ വിധേയനാണ്. ആ വിധേയനെയാണ് അവർക്ക് വേണ്ടത്. ഒരു പക്ഷേ അത് വെച്ച് നമ്മൾ വായിക്കുമ്പോൾ ഇന്ത്യയുടെ കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം അമേരിക്കയുടെ വിധേയനാവാൻ വിസമ്മതിക്കുന്നത് കൊണ്ടാണ് ഈ വമ്പിച്ച ചുങ്കമൊക്കെ ഏർപ്പെടുത്തി ഇന്ത്യയെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല എന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ലേ? അല്ല, ഇന്ത്യ തെറ്റ് ചെയ്താലും ശിക്ഷിക്കാൻ അമേരിക്കക്കാരാണെന്ന്. അതെ, അമേരിക്കയേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തെ ഈ അമേരിക്കൻ ജനാധിപത്യം നമുക്കറിയാമല്ലോ. ട്രംപിന്റെ ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മതി. അന്ന് അതിന്റെ
ഇലക്ഷൻ റിസൾട്ട് വരാൻ തന്നെ എന്തുമാത്രം താമസിച്ചു. നമ്മളിവിടെ വോട്ട് ചോരിയൊക്കെ പറയുമെങ്കിൽ ഇപ്പൊ വോട്ട് ചോരി പറഞ്ഞല്ലോ കേരളത്തിലെ ഇലക്ഷനിൽ. അല്ലല്ലോ പറഞ്ഞു, വോട്ട് ചോരി പറഞ്ഞാണല്ലോ പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള ശവക്കുഴി. കേരളത്തിൽ പറഞ്ഞില്ലല്ലോ. കേരളത്തിൽ പറഞ്ഞില്ലല്ലോ. ജയിച്ചാൽ വോട്ട് മെഷീൻ നല്ലതാണ്, അല്ലെങ്കിൽ ചോരിയുള്ളൂ. പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിസ്റ്റം നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പൊ ജനാധിപത്യത്തിന്റെ ഏറ്റവും അവസാന വാക്ക് ഇന്ന് എത്തി നിൽക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലാണ്. ആ ഒരു ജനാധിപത്യ രാജ്യത്തെ ശാസിക്കാനൊന്നും അമേരിക്ക ആയിട്ടില്ല. അത് ഇന്ത്യ തെളിയിച്ചു കൊടുത്തു. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട് രാജേന്ദ്ര സാറേ. അതായത് ഇസ്രയേൽ വിചാരിച്ചാൽ സാധിക്കുകയില്ലേ അവിടുത്തെ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ കൊണ്ടുവരാനായിട്ട്? അവരാ രാജ്യത്തെ യുദ്ധം ചെയ്ത് തരിപ്പണമാക്കിയെങ്കിൽ അത്രയും പ്രയാസമൊന്നും ഇല്ല സൈനിക മേൽനോട്ടത്തിൽ അവിടെ പുനർനിർമ്മിക്കാനായിട്ട്. അത് ആർക്കും മനസ്സിലാകുന്നൊരു കാര്യം. എന്തുകൊണ്ട് ട്രംപ് ഇസ്രയേലിനെ അതിനെ അനുവദിക്കുന്നില്ല? അല്ല, ഞാൻ അവിടെ നിന്ന് ഒരു സംശയം ചോദിക്കുകയാണ് ജിയോ പൊളിറ്റിക്സിൽ. അതായത് ഈ പാകിസ്ഥാനിലുള്ള സൈന്യം എന്ന് പറയുന്നത് ഇസ്ലാമിക സ്വഭാവമുള്ള സൈന്യമാണ്. ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം അറബ് രാജ്യങ്ങളാണ്, അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളാണ്. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ജൂതന്മാരാണ്. എല്ലാ എബ്രാഹാമിക് മതങ്ങളാണെങ്കിൽ തന്നെയും ഈ ജൂത വൈരം എന്ന് പറയുന്നത് ആ ഭാഗത്ത് മുഴുവൻ നിലനിൽക്കുന്ന ഒന്നാണ്. അവസാനത്തെ ജൂതനെയും കൊല്ലണമെന്നുള്ളതായിരുന്നല്ലോ ഹമാസിന്റെ ഒരു പ്രമാണം തന്നെ. അപ്പോൾ ആ വൈരം കാണും. അപ്പോൾ വൈരം അങ്ങോട്ട് മുസ്ലിങ്ങളുടെ നേരെ അത്രയും പ്രയോഗിക്കാൻ കഴിയില്ല. കാരണം ഒരേ വിശ്വാസം, ഒരേ ആചാരം പിന്തുടരുന്നവരാണ്. അതിനുവേണ്ടിയായി എന്നുള്ളൊരു തന്ത്രം ആയിക്കൂടുന്നുണ്ടോ? അതെ, മുസ്ലിം പൊളിറ്റിക്സ് ഇതിൽ നമ്മൾ നോക്കുമ്പോൾ കാണേണ്ടത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പട്ടാളം എന്ന രീതിയിലാണ് വരുന്നത്. അതൊരു ഇസ്ലാമിക് ഫോഴ്സ് ആയിട്ടല്ല വരുന്നത്, മറിച്ച് ഒരു ആർമി ആയിട്ടാണ് വരുന്നത്. ആർമി അവിടുത്തെ പുനർനിർമ്മാണത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ആരെങ്കിലും ഫ്രിഞ്ച് എലമെന്റ്സ് ഇതിന്റെ പിറകെ വെടിവെപ്പിനും ഇല്ലെ ബലൂചിസ്ഥാനിലൊക്കെ വരുന്നത് പോലെ വന്നാൽ അതിനെ നിയന്ത്രിക്കുക. അതുകൊണ്ട് മറ്റൊരു അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഒരു ലാഭമുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും അവരുടെ ആൾക്കാരും തമ്മിൽ തല്ലി കൊന്ന് ചത്തോട്ടെ, ജൂതനും മരിക്കുന്നില്ല ക്രിസ്ത്യാനി മരിക്കുന്നില്ല എന്നൊരു കാര്യം അവിടെ മാറ്റിവെച്ചാൽ ഇതിന്റെ പിന്നിലുള്ളത് ഇതുകൊണ്ട് ശാശ്വതമായി ഇസ്രയേലും ഈ പറയുന്ന ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഇതൊരു അതൃപ്തികരമായ കടന്നുകയറ്റമായിട്ട് അവരുടെ മനസ്സിൽ അവശേഷിക്കും. ഈ അമേരിക്കൻ നയം എന്ന് പറയുന്നത് എപ്പോഴും മനഃശാസ്ത്രപരമാണ്. അമേരിക്കൻ നയങ്ങളിൽ ഒരു കാര്യം അവർ ആവിഷ്കരിക്കുമ്പോൾ അത് മനഃശാസ്ത്രപരമായിട്ട് എങ്ങനെ ആ ജനതയെ സ്വാധീനിക്കുമെന്നും എത്ര നാളത് നിലനിൽക്കുന്നു, അതിനുശേഷം അതിൻ്റെ റിപ്പർക്രേഷൻസ് എത്രയായിരിക്കുമെന്ന് കണക്ക് കൂട്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞ് എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ചെന്നാൽ ആ രാജ്യത്തുള്ളവർക്ക് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മനഃശാസ്ത്രമല്ലേ? ശ്രീലങ്ക നമ്മൾ കണ്ടതല്ലേ? അതാണ് ഇന്ത്യ രാജീവ് ഗാന്ധി എന്നിട്ട് തോക്കിന്റെ പാത്തിക്ക് കഷ്ടിച്ച് രക്ഷപ്പെടുക. അത് പോരാഞ്ഞിട്ട് ഇവിടെ വന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും. അപ്പൊ ഇതൊരു കോമൺ ഫാക്ടറാണ്. ഇതൊന്നും അറിയാത്തവരല്ല അമേരിക്കക്ക് ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലെ സ്വാധീനം എന്ന് പറയുന്ന അമേരിക്കക്ക് രണ്ട് കാര്യത്തിൽ നിർണായകമാണ്. ഒന്ന്, ലോകത്ത് സൈനിക കമ്പോളത്തിലെ ഏറ്റവും വലിയ ആയുധ വാങ്ങിക്കുന്ന രാജ്യങ്ങളുള്ളത് ഗൾഫ് രാജ്യങ്ങളാണ്. ഈ പെട്രോളിയം ക്രൂഡ് ഡോളർ കൊണ്ട് അവർ സമ്പാദിക്കുന്ന തുകകളെല്ലാം ഇവർ പരസ്പരം മത്സരിക്കുവാനും അല്ലെങ്കിൽ ഇവർക്കൊരു ശത്രു ഉണ്ട് എന്ന രീതിയിൽ ആയുധ വിന്യാസം നിലനിർത്തി കൊണ്ടുപോകുവാൻ ഇവർ നിർബന്ധിതരാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ആയുധ കച്ചവടത്തിന്റെ ചാകര പ്രദേശത്ത് അമേരിക്കക്ക് സ്ഥാനം വേണം. അതെ, അത് വേണമെങ്കിൽ വില്ലൻ സ്ഥാനത്ത് ഇസ്രയേൽ സജീവമായിട്ട് നിലനിൽക്കണോ വേണ്ടയോ? അതെ, വേണം. അപ്പൊ ഇസ്രയേലിന്റെ ഗൾഫ് മുസ്ലിം രാജ്യങ്ങളായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരിക്കലും അമേരിക്ക ശ്രമിക്കുകയില്ല. അങ്ങനെ ശ്രമിക്കണമെങ്കിൽ അതിന് ആ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യാമായിരുന്നു. അതിന് വേറെ ഫോഴ്സിന്റെ ഒന്നും ആവശ്യമില്ലാതെ ചെയ്യാമായിരുന്നു. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഒന്ന്. രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കൻ താല്പര്യം ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളെക്കാൾ മേലെയാണ്. അതായത് ക്രൂഡ് ഓയിലിന്റെ സുമുഖഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശമാണത്. ആ പ്രദേശത്തുള്ള രാജ്യങ്ങൾ സമാധാനപരമായിട്ട് മുന്നോട്ട് പോയാൽ, നേരത്തെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോയാൽ ആയുധം എവിടെ കൊണ്ട് വിൽക്കുമെന്ന ചോദ്യം വന്നതുപോലെ തന്നെയാണ് ഈ സമാധാനപരമായിട്ട് മുന്നോട്ട് പോയാൽ ഓയിൽ എന്ന് പറയുന്നതിൽ ഇപ്പൊ അമേരിക്കയ്ക്കുള്ള നിയന്ത്രണം പാടെ നഷ്ടപ്പെടും. അത് ലോക സാമ്പത്തിക മേധാവിത്വത്തിന് വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ നിരന്തരമായ പോരാട്ടങ്ങൾക്ക് മങ്ങലേൽപ്പിക്കും. ഡോളറിലാണ് കച്ചവടം നടക്കുന്നതെന്ന് അറിയാമല്ലോ. ഡോളറിൽ കച്ചവടം നടക്കുന്ന അന്താരാഷ്ട്ര കച്ചവടങ്ങളിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ഇതാണ്, ക്രൂഡാണ്. അപ്പൊ അത് വേറൊരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. അതായത്
ഇറാൻ അവർക്ക് വിധേയരല്ലാത്തത് കൊണ്ടാണ്, അതുപോലെ ഓയിൽ റിച്ച് കൺട്രി ആയതുകൊണ്ടാണ് ഇറാന് നേരെ അവരുടെ വിദ്വേഷവും സാങ്ഷനും വരുന്നത്. ഇറാഖിലെ സദ്ദാം ഹുസൈനെ വധിച്ചതിന് പിന്നിലും ഇത് തന്നെയുണ്ട്. ഇപ്പോൾ വെനിസുല എന്ന് പറയുന്നതും ഒരു എണ്ണ സമ്പന്നമായ രാഷ്ട്രമാണ്. അവിടെ മയക്കുമരുന്ന് എന്നുള്ള പേരിൽ ആ രാജ്യത്തെ ഇപ്പോൾ ഉപരോധിച്ചിരിക്കുന്നത്. കപ്പലും ഒക്കെ ആയിട്ട് ആയുധ സന്നാഹങ്ങളും പട്ടാളക്കാരുമായിട്ട് മയക്കുമരുന്നെന്നുള്ള വ്യാജേന അത് ഓയിൽ സമ്പന്നമായ വെനിസുലയുടെ സ്വാശ്രയത്വത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. അത് തന്നെയാണ് അമേരിക്ക എപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ നോക്കൂ, സുഡാനും അതുപോലെ ഓയിൽ റിച്ച് ആയിട്ടുള്ള കൺട്രിയാണ്. കഴിഞ്ഞ ദിവസത്തെ ഡ്രോൺ ആക്രമണത്തിലാണ് അവിടെ RSFന്റെ മേഖലകളിലാണ് നടന്നത്. 104 പേരാണ് മരിച്ചത്. ഏതാണ്ട് 30 ലക്ഷം കുട്ടികളാണ് പട്ടിണി കൊണ്ട്, അതായത് പോഷകാഹാരക്കുറവുകൊണ്ട് മരിച്ചത്. അമേരിക്ക ഒരൊറ്റ വാക്കുപോലും ഇതിനെക്കുറിച്ച്, ആ ഒരു സംഭവത്തെക്കുറിച്ചോ അത് ഫോളോ ചെയ്യുന്നില്ല. അവിടെ ഇപ്പോൾ ഏറ്റുമുട്ടൽ രൂക്ഷമായ പ്രദേശങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഡാർഫർ എന്ന് പറയുന്ന പ്രദേശം, അതുപോലെ തന്നെ അതിനടുത്ത് തന്നെയുള്ള കോർഡോഫാൻ എന്ന പ്രദേശം. ആ പ്രദേശങ്ങളിലേക്കാണിപ്പോൾ RSF കടന്നു കയറിയിരിക്കുന്നത്, അല്ലേ? സബ്ജക്റ്റ് കറക്ഷൻ. അതെ, ആ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. അമേരിക്ക ഒരൊറ്റ വാക്ക് ഇതുവരെ പറഞ്ഞു. എത്ര ക്രൂരമായ ഡ്രോൺ വെച്ചിട്ട് 104 പേര്. അപ്പോൾ ഈ ലോക പോലീസ് അല്ല, അമേരിക്കയുടെ താല്പര്യമുള്ള പ്രദേശങ്ങൾ മാത്രമാണ് അവർക്ക് താല്പര്യമുള്ളത്. അവിടെ കുട്ടികൾ മരിച്ചാലും അവിടെ പാവങ്ങൾ മരിച്ചാലും നിരന്തരമായിട്ട് കൊലപാതകങ്ങൾ നടന്നാലും അമേരിക്കയ്ക്ക് ഒരു പ്രശ്നം. അമേരിക്ക കുറേ നല്ല കാര്യങ്ങൾ പല രീതിയിൽ ഇടപെട്ടു. ഇപ്പോൾ കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ ഇടപെട്ടു എന്നുള്ളത് നമ്മൾ കാണാം. പക്ഷേ ഇവിടെയൊക്കെ എനിക്ക് ബെനിഫിറ്റ് എന്താണെന്ന് അമേരിക്കൻ ഭരണാധികാരികളുടെ ചിന്ത. ഞങ്ങൾക്ക് ലാഭമുണ്ടോ, ഞങ്ങൾ ഇടപെടും. അതാണ് എക്സാക്ട്ലി. പക്ഷേ ഇപ്പോൾ ഗാസയിലെ ഈ പ്ലാനിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് സാറിന്റെ ആദ്യത്തെ ചോദ്യം, ഇന്ത്യയെ ഇതെങ്ങനെ ബാധിക്കും എന്നതുകൂടെ പറയുന്നത്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജയശങ്കർ ഇപ്പോൾ അവിടെ ഉണ്ട്, നിലവിലുണ്ട്. അതായത് ഈ പാകിസ്ഥാനെ സ്ഥായിയായിട്ട് അമേരിക്ക ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളുകയില്ല. പക്ഷെ അത് ജനാധിപത്യ ഭരണകൂടത്തിന്റെയും സൈനിക ഭരണകൂടത്തിന്റെ ഒരു മിക്സായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണോ? അങ്ങനെയെങ്കിൽ അസിം മുനീറിനെ കയ്യിലെടുത്തുകൊണ്ട് അസിം മുനീറിന് ഫുൾ ഗ്യാരണ്ടി കൊടുക്കുകയാണ്, നിങ്ങൾക്ക് അമേരിക്കയുടെ പാകിസ്ഥാന്റെ സർവാധികാരിയായിട്ട് തന്നെ തുടരാം, പക്ഷെ എന്റെ നയങ്ങൾ നിങ്ങൾ നടപ്പാക്കാൻ തയ്യാറായാൽ മതി. മകന്റെ ബിസിനസ്സൊക്കെ അതിന്റെ ചെറിയൊരു ഭാഗമാണ്. ഇന്റർനാഷണലി അമേരിക്ക നോക്കുന്നത് ലോകത്തെമ്പാടുമുള്ള സ്വാധീനത്തിൽ പാകിസ്ഥാനെ വെച്ചുകൊണ്ട് ഇന്ത്യയോട് വിലപേശുക, പാകിസ്ഥാൻ എന്ന ആണവ രാജ്യത്തെ വെച്ചുകൊണ്ട് ഇസ്രയേലിനോട് വിലപേശുക, ചുറ്റുമുള്ള ഗൾഫ് രാജ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്രയേലിനെ വരച്ചവരയിൽ നിർത്തുക. ഇതുകൂടാതെ ഇസ്രയേലിനെ കാണിച്ചുകൊണ്ടും ഇന്ത്യയെ കാണിച്ചുകൊണ്ടും പാകിസ്ഥാനെയും ഗൾഫ് രാജ്യങ്ങളെയും നിങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ, ഞങ്ങളുടെ നയം അനുസരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നതിന്റെ ഒരു ഗൂഢതന്ത്രത്തിന്റെ രഹസ്യ ഉൽപ്പന്നമാണ് ഈ ഗാസ പ്ലാൻ എന്ന് പറയുന്നത്. 20 പോയിന്റ് പ്ലാൻ എന്നാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. അത് അടിസ്ഥാനപരമായിട്ട് അവിടുത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കാനല്ല, പ്രശ്നങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ പദ്ധതിയാണ്. പ്രശ്നങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.